ഇന്നു മുതൽ 4 കൊല്ല ഡിഗ്രി കേരളത്തിലെ സർവകലാശാലകളിൽ നടപ്പിലാക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. മിനിസ്റ്റർ ഡോക്ടർ ആർ ബിന്ദു, ഗുഡ് മോർണിംഗ്. ശരിക്കും ഇങ്ങനെ ഒരു 4 കൊല്ല ഡിഗ്രി കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ സംസ്ഥാന സർക്കാർ നമ്മൾ വളരെ ഷാർപ്പായിട്ട് ആലോചിച്ചാൽ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനും അതോടൊപ്പം തൊഴിലിനപ്പുറം വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് അറിവന്വേഷിച്ച് ചെല്ലേണ്ടുന്ന വിദ്യാർത്ഥികൾക്ക് ഗവേഷണ താൽപ്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടാനും ഉതകുന്ന വിധത്തിൽ വിമുഖമായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഒരു വശത്ത് മികച്ച അന്തസ്സുറ്റ അവരവരുടെ അഭിരുചിക്ക് ഒത്ത തൊഴിലുകളിലേക്ക് പോകാനുള്ള ആത്മവിശ്വാസം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാൻ കഴിയണം. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്താനാകണം. അന്തർദേശീയവും ദേശീയവുമായ തൊഴിലവസരങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന വിധത്തിലുള്ള മുന്നൊരുക്കങ്ങൾ അതാത് വിഷയാധിഷ്ഠിതമായ നിലയിൽ തന്നെ കുട്ടികൾക്ക് ലഭിക്കണം. മറുവശത്ത് ബിരുദ തലത്തിൽ തന്നെ ഗവേഷണ അഭിരുചിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നാടിന് ആവശ്യമുള്ള സമൂഹത്തിന് ആവശ്യമുള്ള പുത്തൻ അറിവുകളുടെ ഉൽപാദകരായി കൂടി അവരെ പരിവർത്തനം ചെയ്തെടുക്കണം. ഈ 2 ലക്ഷ്യങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടാണ് പുതിയ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കി ഈ മാറ്റത്തിലേക്ക് നാം പോകുന്നത്. അതുമാത്രമല്ല, ഇന്റർനാഷണൽ കോമ്പാറ്റബിലിറ്റി എന്നുള്ളത് ഇന്ന് വളരെ പ്രസക്തിയുള്ള ഒരു കാര്യമാണ്. മിനിസ്റ്ററെ, വിദേശ സർവകലാശാലകളിലൊക്കെ ഒരുപാട് കാലം മുമ്പേ തന്നെ ഈ 4 ഇയർ ഡിഗ്രി നിലവിൽ വന്നിട്ടുള്ളതാണ്. നമ്മൾ പ്രധാനമായിട്ടും ഏത് കലാശാലകളെയൊക്കെ തന്നെ മോഡലാക്കിക്കൊണ്ടാണ് ഇത്തരമൊരു പരീക്ഷണം കേരളത്തിൽ നടപ്പാക്കുന്നത്? ഏതെങ്കിലും ഒരു പ്രത്യേക സർവകലാശാലയെ മോഡലാക്കിയിട്ടല്ല. പൊതുവിൽ ഇന്ന് ലോകപ്രശസ്തങ്ങളായ എല്ലാ സർവകലാശാലകളിലും 4 ഇയർ ബിരുദ ഘടനയാണ് മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ തേടിയും തൊഴിലവസരങ്ങൾ തേടിയും വിദേശ രാജ്യങ്ങളിൽ പോകുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് 4 വർഷം അവർ ബിരുദം ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ കോഴ്സുകൾ ചെയ്ത് കൂടുതൽ ക്രെഡിറ്റുകൾ ആർജിക്കേണ്ടുന്നതായ ഒരു നില ഇന്നുണ്ട്. അപ്പോൾ അതുകൂടി പരിഹരിക്കാൻ ഉതകുന്ന വിധത്തിലാണ് ഒരു അന്തർദേശീയ കോമ്പാറ്റബിലിറ്റി എന്നുള്ള നിലയ്ക്ക്, ഒരു ഓവർസീസ് കോമ്പാറ്റബിലിറ്റി എന്ന നിലയ്ക്ക് കൂടി ഉപയോഗപ്പെടാവുന്ന രീതിയിലാണ് ഇപ്പോൾ 4 ഇയർ ഓണേഴ്സ് ബിരുദം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അതായത് കേരളത്തിൽ നിന്ന് വിദേശ നാടുകളിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾ അവർ കൂടുതലും മടങ്ങി വരുന്നില്ല. അപ്പോൾ ഈ കുട്ടികൾ കേരളത്തിലേക്ക് മടങ്ങി വരിക, അതുകൂടാതെ തന്നെ കുട്ടികളെ വിദേശ നാടുകളിലേക്ക് അയക്കാതിരിക്കുക, അപ്പോൾ ഈ രണ്ടും ഗവൺമെൻറ് മനസ്സിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതിലൂടെ ഈ 4 ഇയർ ഡിഗ്രി നമ്മൾ നടപ്പിലാക്കുന്നതോടെ അതിനൊരു ചെറിയ പരിഹാരമെങ്കിലും ആക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് മടങ്ങി വരാൻ അഥവാ പഠിക്കാൻ വിദേശത്ത് പോയാൽ അത് തടയാനൊക്കെ അവരുടെ മൗലികാവകാശമൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമായതുകൊണ്ട് അതൊക്കെ പെട്ടെന്ന് തടയാൻ സർക്കാരിന് കഴിയില്ല. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അവർ ഇന്ത്യയിലേക്ക് തന്നെ അല്ലെങ്കിൽ കേരളത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുവാനും ആകർഷിക്കുവാനും എന്ത് പദ്ധതികളാണ് സർക്കാരിൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ? ലോകോത്തര നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങളും അക്കാദമിക കണ്ടന്റിന്റെ കാലാനുസാരിയായ പരിഷ്കാരങ്ങളും എല്ലാം ഉറപ്പുകൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ ഇവിടെ തന്നെ നിലനിർത്താൻ സഹായകരമായ വിധത്തിൽ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഒരു ഇന്റർനാഷണൽ ഹബ്ബാക്കി മാറ്റുമെന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയ്ക്കകത്തും പുറത്തും പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ കാലത്ത് 1ാമത് പരിഗണനയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയ്ക്ക് 6000 കോടി രൂപയാണ് കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത് എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ എക്കണോമിക് റിവ്യൂല് പരാമർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് 2000 കോടിയോളം തുക കിഫ്ബി പദ്ധതിയിലൂടെ റൂസ പദ്ധതിയിലൂടെ ഒക്കെ തന്നെ അടിസ്ഥാന സൗകര്യ വിപുലീകരണ മേഖലയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളിലുള്ള മാറ്റം, അതിന് അനുപൂരകമായ വിധത്തിൽ ഉള്ളടക്കത്തിലും മാറ്റമുണ്ടാകണം, സമീപന രീതികളിൽ മാറ്റമുണ്ടാകണം,
വിവര വിസ്ഫോടനത്തിന്റെയും വൈജ്ഞാനിക വിപ്ലവങ്ങളുടെയും ഒക്കെ കാലത്ത് അതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു സമൂഹത്തിന് ഒരിക്കലും കഴിയില്ല. അതിൻ്റെ കൂടെ സഞ്ചരിച്ചേ മതിയാകൂ. അതുകൊണ്ടാണ് ഏറ്റവും പുതിയ അറിവന്വേഷണങ്ങളിലേക്ക് പോകാൻ വിദ്യാർത്ഥികളെ സർഗാത്മകമായ വിധത്തിൽ പ്രേരിപ്പിക്കുന്ന ഒരു മാറ്റം ഉണ്ടാകണമെന്ന് തീരുമാനിച്ചത്. അതിനാണ് നാം തുടക്കം കുറിക്കുന്നത്. ഒരു കാര്യം കൂടി മിനിസ്റ്റർ, താങ്കൾക്ക് തിരക്കാണെന്ന് എനിക്കറിയാം. അതായത് ഈ അക്കാദമിക് ലോകം, പ്രത്യേകിച്ച് കേരളത്തിലെ കലാശാലകളും അതുപോലെ വിദ്യാഭ്യാസ വിശേഷണന്മാരും പ്രവർത്തകരും ഒക്കെ തന്നെ ഈ ഒരു മാറ്റത്തോട് എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത്? അനുകൂലമായ നിലപാടാണോ പൊതുവെ ആളുകൾക്കുള്ളത്, വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച്? പൊതുവെ മാറ്റം അനിവാര്യമാണ് എന്ന കാഴ്ചപ്പാട് എല്ലാവർക്കുമുണ്ട്. ഇതുവരെ എല്ലാവരും വളരെ പോസിറ്റീവായാണ് ഈ മാറ്റങ്ങളെ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഇത് നമ്മുടെ സമൂഹത്തിന്റെ വിശാല താല്പര്യങ്ങൾക്ക് അനിവാര്യമായ ഒന്നാണ് എന്ന് പൊതുസമൂഹം തിരിച്ചറിയുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. നമ്മൾ മാറ്റങ്ങളിലേക്ക് പോകുമ്പോൾ കേരളമാകെ തന്നെ അതിന് ഊർജം പകർന്നുകൊണ്ട് കൂടെയുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി ഈ സന്ദർഭത്തിൽ നമുക്ക് വലിയ പ്രചോദനമാകുന്നുണ്ട്. വിദ്യാർത്ഥി കേന്ദ്രിതമായ കാഴ്ചപ്പാടോടുകൂടി വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യവും സ്വാച്ഛന്ദ്യവും അനുവദിച്ചുകൊണ്ട് അവരുടെ മൗലികവും സർഗാത്മകവുമായ വാസനകൾ തട്ടും തടവുമില്ലാതെ വികസിക്കണം എന്നുള്ളതാണ് പൊതു താല്പര്യം. അതുപോലെ തന്നെ നമ്മുടെ സർവകലാശാലകളും കലാലയങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന പ്രായോഗികമായ അറിവുകളെ സമൂഹത്തിന്റെ കൂടി ഫലപ്രദമായ ഗുണാത്മക മാറ്റത്തിന് പ്രയോജനപ്പെടുത്തണം. അങ്ങനെയാണ് കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി നാം മാറ്റിയെടുക്കുക. ആ ദിശയിൽ കൂടി ഈ പുതു ചുവടുവയ്പ് വളരെ പ്രയോജനകരമായിരിക്കും എന്നാണ് കരുതുന്നത്. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. എന്തായാലും വലിയ വിജയമാകട്ടെ ഈ നീക്കം എന്നാണ് നമുക്ക് ആശംസിക്കാനുള്ളത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നമുക്കൊപ്പം 24 ചേരുകയായിരുന്നു. ഇന്നു മുതൽ 4 കൊല്ല ഡിഗ്രി കോഴ്സ് കേരളത്തിൽ നടപ്പിലാക്കുകയാണ്. വിദേശ സർവകലാശാലകളെ ചുവട് പിടിച്ച് ഒരു കോളേജ്, ഒരു യൂണിവേഴ്സിറ്റി മോഡലാക്കുന്നില്ല എങ്കിൽ പോലും വിദേശ സർവകലാശാലകളൊക്കെ പ്രചുര പ്രചാരം നേടിയ 4 ഇയർ ഡിഗ്രി അങ്ങനെ കേരളത്തിലും ഇന്നു മുതൽ യാഥാർത്ഥ്യമാകുന്നു. ഓൾ ദ ബെസ്റ്റ് ഫോർ ദിസ് ടു ദ മിനിസ്റ്റർ.